MP എവിടെ MLA എവിടെ വടകര നാഷണൽ ഹൈവേയിലെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ക്യാമ്പിന് തുടക്കം കുറിച്ചു. നാഷണൽ ഹൈവേ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് 1 ലക്ഷം ഇമെയിലുകളാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അയക്കുന്നത്. കുഴികൾ താണ്ടി പൊടിയും തിന്ന് യാത്രക്കാർ വലയുമ്പോൾ ജനപ്രതിനിധികൾ എവിടെയെന്ന ചോദ്യവുമായി ഡിവൈഎഫ്ഐ തെരുവിലേക്ക്. ദേശീയപാത പ്രവൃത്തി വൈകുന്നതിനെതിരെ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് 1 ലക്ഷം ഇമെയിലുകൾ അയച്ചുകൊണ്ട് 1 ലാഖ് ഇമെയിൽ ക്യാമ്പയിന് വടകരയിൽ തുടക്കമായി. യാത്രക്കാരും മോട്ടോർ വാഹന തൊഴിലാളികളും കച്ചവടക്കാരും വിദ്യാർത്ഥികളും ഒന്നടക്കം അണിനിരക്കുകയാണ് ഈ ബഹുജന പ്രതിഷേധത്തിൽ. ജനങ്ങളുടെ ദുരിതത്തിനു നേരെ കണ്ണടയ്ക്കുന്ന MP-ക്കും MLA-ക്കുമെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. നാഷണൽ ഹൈവേ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് വടകര വലിയ രീതിയിലുള്ള അവഗണന നേരിട്ടുകൊണ്ടിരിക്കുക. കാരണം മറ്റുള്ള റീച്ചൊക്കെ സാധ്യമാകുന്ന ഘട്ടത്തിൽ നമ്മുടെ വടകര മാത്രം പ്രവൃത്തി തീരെ ഒന്നും എത്താത്ത രീതിയിലേക്ക് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ബ്ലോക്ക് ഇങ്ങനെ കൂടി വരിക. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ. ഈ ക്യാമ്പയിന് 1 ലക്ഷം മെയിലാണ് നിതിൻ ഗഡ്കരിക്ക് നമ്മൾ അയക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ അയക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അയക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പയിന്. എല്ലാവർക്കും അറിയാം, നമ്മൾ രാവിലെ തന്നെ വടകര പട്ടണത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഉച്ചയോടുകൂടി പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വൈകുന്നേരമാണ് വടകര വിട്ട് പോകാൻ വേണ്ടി പറ്റും. അത്തരമൊരു സാഹചര്യമാണ് വടകരയുള്ളത്. ഇവിടെയുള്ള ജനപ്രതിനിധികളായിക്കോട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്കൊരു MLA ഉണ്ട്, MP ഉണ്ട്. ഈ നാടിനെ ബാധിക്കുന്ന, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് MLA-യും MP-യും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഇവിടെ നടത്തുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ഇതിൻ്റെ മുൻപേയും. ബ്ലോക്ക് സെക്രട്ടറി N. ഷിജിൻ, പ്രസിഡന്റ് TT ജനീഷ്, അർജുൻ PS എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി.